നമസ്കാരം. നാടകാന്തം മുരളീധരൻ. വടകരയിലെ അനിശ്ചിതത്വം അവസാനിപ്പിച്ച് കെ മുരളീധരൻ കോൺഗ്രസ് സ്ഥാനാർത്ഥി. പി ജയരാജനെ നേരിടാൻ കരുത്തനായ സ്ഥാനാർത്ഥി വേണമെന്ന് കേന്ദ്ര നേതൃത്വം കർശന നിലപാട് സ്വീകരിച്ചതിനെ തുടർന്നാണ് കെ മുരളീധരൻ സ്ഥാനാർത്ഥിയായത്. ആശയപരമായ മത്സരമാണ് വടകരയത് എന്നും ജനാധിപത്യവും അക്രമ രാഷ്ട്രീയവും തമ്മിലുള്ള പോരാട്ടമാണ് നടക്കുക എന്നുമാണ് മുരളീധരൻ വ്യക്തമാക്കുന്നത്. കെ മുരളീധരന്റെ വടകര വരവ് UDF മാസ്റ്റർ സ്ട്രോക്കായാണ് കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തുന്നത്. ന്യൂസ് 18 പൊതുവേദി പരിശോധിക്കുന്നത് ഈ വിഷയമാണ്. മുരളീധരന്റെ വടകര വരവ് UDFന്റെ മാസ്റ്റർ സ്ട്രോക്കോ? പ്രേക്ഷകർക്കും പ്രതികരിക്കാം. വിളിക്കേണ്ട നമ്പർ 0471661581. വാട്സപ്പ് വീഡിയോയും പ്രതികരണങ്ങൾ അറിയിക്കുക. കെ മുരളീധരൻ UDFന്റെ വടകരയിലെ സ്ഥാനാർത്ഥിയാകുന്നു. അല്പം മുമ്പാണ്, ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ തീരുമാനം പ്രഖ്യാപിച്ചത്. പ്രേക്ഷകർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചേരുന്നു. ഇന്ന് പരിശോധിക്കുന്ന വിഷയം മുരളീധരന്റെ വടകര വരവ് UDFന്റെ മാസ്റ്റർ സ്ട്രോക്കോ എന്നാണ്. ബംഗളൂരുവിൽ നിന്നും ജോസഫ് എന്ന പ്രേക്ഷകനാണ് ആദ്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നത്. ശ്രീ ജോസഫ്, സസ്പെൻഷൻ ഒടുവിൽ എന്തായാലും വടകരയിൽ മുരളീധരൻ സ്ഥാനാർത്ഥിയെ എത്തുന്നു. പോരാട്ടം കടുക്കുമോ? എന്താണ് തോന്നുന്നത്? തീർച്ചയായിട്ടും ഇത് എന്താ പറയേണ്ടത്, കൊലപാതക രാഷ്ട്രീയത്തിനെതിരായിട്ട് നിലകൊള്ളാനായിട്ടുള്ള KK രമയുടെ ആഗ്രഹത്തിന് അനുചിതമായിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ആണ് മുരളീധരൻ. മുരളീധരൻ എന്ന് പറയുമ്പോൾ നമ്മൾ തീർത്തും K കരുണാകരന്റെ മകനാണ്. കോഴിക്കോട് മണ്ഡലത്തിൽ ഒന്ന് ജയിച്ചിട്ടുള്ള ആളാണ്. ആ പ്രദേശത്തെല്ലാം നല്ല സ്വാധീനമുള്ള വ്യക്തിയാണ്. വളരെ കഴിവ് പ്രാഗൽഭ്യം പ്രകടിപ്പിക്കുകയും കഴിവ് തെളിയിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ വരവോട് കൂടിയിട്ട് വളരെ ശക്തമായിട്ട് കേരളത്തിലെ എല്ലാ കാൻഡിഡേറ്റുകൾക്കും ശക്തി പകരുമെന്നുള്ള ഒരു കാരണം. രണ്ടാമത്തേത്, പി ജയരാജനെ പോലെയുള്ള ഒരാളെ തോൽപ്പിക്കേണ്ടത് കേരളത്തിന്റെ ആവശ്യമാണ്. ഞാൻ മാർക്സിസ്റ്റ് പാർട്ടിക്ക് എതിരായിട്ടല്ല പറയുന്നത്, മറ്റ് മാർക്സിസ്റ്റ് മെമ്പേഴ്സിനെതിരായിട്ടല്ല ഞാൻ പറയുന്നത്. പി ജയരാജൻ എന്ന് പറയുന്ന മാസ്റ്റർ മൈൻഡാണ് ആ കണ്ണൂർ നടക്കുന്ന മുഴുവൻ കൊലപാതകങ്ങളുടെയും എന്ന് അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാകാവുന്നതാണ്. പക്ഷേ എങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ബിഷപ്പിന്റെ ഒക്കെ ഒരു ലുക്കാണ്. പക്ഷേ എങ്കിൽ കയ്യിലിരിക്കുന്ന ക്രൂരത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളെ ഈ കൊന്നു കഴിഞ്ഞിട്ട് അതേപ്പറ്റി അദ്ദേഹം പല ചാനലുകളും സംസാരിക്കുമ്പോൾ പോലും ആ സംഭാഷണത്തിൽ ആ ബോഡി ലാംഗ്വേജിൽ അദ്ദേഹത്തിന് ഒരു ദുഃഖവും ഇല്ല ആ കാര്യങ്ങളില്, ഈ കൊന്നു തള്ളുന്നതിന്. അത് ഒരു മിനിറ്റ് പ്ലീസ്. അപ്പൊ അതുകൊണ്ട് ഇത് UDFന്റെ വിക്ടറി അല്ല ഇവിടെ മുരളീധരൻ വന്നിരിക്കുന്നത്. ഇത് കേരളത്തിലെ സമാധാനകാംക്ഷികളായിട്ടുള്ള എല്ലാ ആൾക്കാരുടെയും വിക്ടറിയാണ് മുരളീധരന്റെ വരവോടുകൂടി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ബംഗളൂരിൽ നിന്നും ജോസഫ് എന്ന പ്രേക്ഷകന്റെ അഭിപ്രായം അത്തരത്തിലാണ്. മറ്റൊരു പ്രേക്ഷകനിലേക്ക് പോകാം. നാണു, അദ്ദേഹം വടകരയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ നാണു, ഇവിടെ വടകരയിൽ കുറേ ദിവസങ്ങളായി അവിടെ ആരാകും UDFന്റെ സ്ഥാനാർത്ഥി എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ സജീവമായിരുന്നു. ഒടുവിൽ അനിശ്ചിതത്വം എല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് കെ മുരളീധരൻ എന്ന വ്യക്തി അവിടെ സ്ഥാനാർത്ഥിയായി എത്തുന്നു. ഈ ഒരു ട്വിസ്റ്റ്, ആ വടകരയിൽ ഉണ്ടായിരിക്കുന്ന ഒരു കോൺഗ്രസ് ട്വിസ്റ്റ് LDFനെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമെന്ന് താങ്കൾക്ക് കരുതുന്നുണ്ടോ? കോൺഗ്രസിനെ സംബന്ധിച്ച് ഇനി മുരളീധരനല്ല രാഹുൽ ഗാന്ധി എന്ന വടകര നിന്നാലും ഈ ഇന്നത്തെ രാഷ്ട്രീയ അവസ്ഥയിൽ കോൺഗ്രസിനൊരു രക്ഷയുണ്ടാവില്ല. പിന്നെ കേരളത്തിൽ എന്ന് വെച്ചാൽ ഈ കൊലപാതക രാഷ്ട്രീയത്തെ ചർച്ച ചെയ്യുമ്പോൾ പി ജയരാജൻ സ്ഥാനാർത്ഥിയാകുമ്പോൾ നമ്മുടെ രാജ്യത്ത് നമ്മുടെ ജനതയോടുള്ള ഒരു വെല്ലുവിളിയാണ് ഇടതുപക്ഷം കാണിക്കുന്നത്. അപ്പോ ഇതിനിടക്ക് രണ്ടിൽ നിന്നും ഇടക്കുള്ള ഒരു സംഭവം ഈ വടകര മണ്ഡലത്തിൽ ഉണ്ടാവാൻ പോവുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ജയിച്ചിട്ടില്ലെങ്കിലും ഇതിനിടക്ക് നിൽക്കുന്ന ഒരു മൂന്നാം ബദൽ സ്ഥാനാർത്ഥിക്ക് ഒരു പരിധിയിലപ്പുറം ഒരു 15-16% വരെ വോട്ട് കിട്ടാനുള്ള സാധ്യതയാണ് തെളിയുന്നത്. കെ മുരളീധരൻ എന്നും നിൽക്കുന്നത് ഒരു പ്രത്യേകത തന്നെ. പിന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിന്നത് തന്നെ പരാജയപ്പെടുമെന്ന് അദ്ദേഹത്തിന് അറിയാം. അതുപോലെ തന്നെ ആലപ്പുഴയിൽ നിന്ന് KC വേണുഗോപാൽ ഒളിച്ചോടിയതാണ് ശരിക്കും. കാരണം അദ്ദേഹത്തിന് കേരളത്തിലാണ് നോട്ടം. കേന്ദ്രത്തിൽ ജയിച്ചു വന്നാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കേന്ദ്രമന്ത്രിസഭ പുനരുദ്ധീകരിക്കാൻ കോൺഗ്രസിന് ആവില്ല എന്നുള്ള KC വേണുഗോപാൽ അറിയാം. അതാണ് ഇതിന്റെ വ്യക്തമായ. അതായത് LDF UDFും അല്ല, മറ്റൊരു തരത്തിലായിരിക്കും അവിടെ വിജയം വരിക എന്നുള്ളതാണോ? വിജയം വന്നില്ലെങ്കിലും ഒരു വലിയമായ വോട്ട് ഭാരതീയ ജനതാ പാർട്ടിയോ അല്ലെ NDAയോ നേടിയാൽ അത്ഭുതപ്പെടാനില്ല. ശരി, നന്ദി ശ്രീ നാണു പ്രതികരിച്ചതിന്. കൊല്ലത്ത് നിന്ന് വിഷ്ണു എന്ന പ്രശ്നങ്ങളിലേക്ക് പോകാം. ഈ സ്ഥാനാർത്ഥി നിർണയം ഏറെ വൈകിയാണ് ഈ ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ വടകര മണ്ഡലത്തെ ചുറ്റിപ്പറ്റിയുണ്ടായ ആ ഒരു ആശയക്കുഴപ്പം മൊത്തത്തിൽ 4 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയം വൈകുന്നതിനും ഇടയാക്കി. ഏറ്റവും ഒടുവിൽ ആ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നപ്പോൾ കെ മുരളീധരനാണ് എന്നറിഞ്ഞതോടുകൂടി ആ മണ്ഡലത്തിൽ പ്രത്യേകിച്ച് UDF പ്രവർത്തകർക്ക് ആവേശമുണ്ടായിട്ടുണ്ട്.
അക്കാര്യം സത്യവുമാണ്. പക്ഷേ ഇതെല്ലാം ഈ മുരളീധരൻ്റെ വരവ് എത്രത്തോളം മൊത്തത്തിൽ UDF-നൊരു ആവേശം ഉണ്ടാക്കുമെന്നാണ് താങ്കൾ കരുതുന്നത്? അങ്ങനെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ടോ? അല്ല, ശരിക്കും പറഞ്ഞാൽ ഞാൻ കൊല്ലത്തുകാരനും കൂടെ ആയതുകൊണ്ട് സുരേഷ് ഗോപിയുടെ ഡയലോഗ് പറഞ്ഞിട്ട് തന്തയ്ക്ക് പറഞ്ഞ മകൻ അതിനുള്ള സ്വഭാവമാണ് കാണിച്ചത്. അതായത് പത്മജ ചേച്ചി പറഞ്ഞ കണക്ക് കരുണാകരന്റെ മോനാണെന്ന് മുരളീധരൻ ശരിക്കും തെളിയിച്ചു. കാരണം വെച്ചാൽ വടകരയിൽ ഓഫ്കോഴ്സ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഒരു ടേൺ അറൗണ്ട് നടത്തി 1 lakh വോട്ട്സിന് പുറകെ കടന്ന സ്ഥലത്ത് 56,000 വോട്ട് ജയിച്ചു. ഈ ഏറ്റവും തമാശ എന്ന് പറഞ്ഞാൽ നാണുചേട്ടൻ ഇപ്പം വടകരയെന്നാണ് വിളിച്ചത്. പുള്ളിയുടെ ലീനേജ് ഏതെന്ന് പറയുന്നത് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എന്തു വന്നാലും ഒരു കാര്യം എനിക്ക് തോന്നുമെന്ന് പറഞ്ഞാൽ മുരളീധരൻ എന്തായാലും നല്ല ശക്തമായിട്ടുള്ള ഒരു ഭൂരിപക്ഷമായിരിക്കും. ചിലപ്പം ഇടതുപക്ഷത്തിന് കിട്ടാൻ പോകുന്ന 2 സീറ്റ് എന്ന് പറഞ്ഞാൽ വാസവനും ആരിഫും മാത്രമായിരിക്കും. ചിലപ്പോൾ ആരിഫിന്റെ ഭൂരിപക്ഷമായിരിക്കും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം വരാൻ പോകുന്നത്. പക്ഷേ അതിനേക്കാളും ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ മുരളീധരൻ ചേട്ടന് അല്ലെങ്കിൽ സിദ്ദീഖിന് ചിലപ്പോൾ വയനാട് കിട്ടാനും ചാൻസ് ഉണ്ട്. നന്ദി പ്രതികരിച്ചതിന്. മറ്റൊരു പ്രശ്നത്തിലേക്ക് പോകാം. വിവേക് എവിടെ നിന്നാണ് വിളിക്കുന്നത്? എന്താണ് ഈ മുരളീധരന്റെ വരവ്? ആ മുരളീധരന്റെ വരവ് UDF-ന്റെ ഒരു മാസ്റ്റർ സ്ട്രോക്ക് ആണോ? എന്താണ് തോന്നുന്നത്? ഒരിക്കലുമല്ല. വടകര എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന് നല്ല വളക്കൂറുള്ള മണ്ണാണ്. ആ മണ്ണിൽ LJD കൂടി ഇടതുപക്ഷത്തേട് വന്നപ്പോൾ ഇനി ഇവിടെ ഒരു ഇലക്ഷന്റെ തന്നെ ആവശ്യമില്ല എന്നുള്ള നിലയിലാകുന്ന കാര്യം. മുന്നിലത്തെ പോലെ 1 ലക്ഷത്തിന് മേലെ ഭൂരിപക്ഷത്തിന് ജയിക്കും. ഇയാള് മുരളീധരൻ എന്ന് പറയുന്നത് പണ്ട് ഉണ്ണിത്താൻ പറഞ്ഞ അതേ പെണ്ണുപിടിയം തന്നെയല്ലേ, അല്ലാതെ മാറ്റമൊന്നുമില്ലല്ലോ. നമ്മളെ എല്ലാവരും ഇതൊക്കെ കാണുന്നവർ തന്നെയാണ്. ഈ മുന്നേ പറഞ്ഞ ആള് 1.5 ലക്ഷത്തിന് മുരളീധരൻ ജയിക്കുന്നൊക്കെ പറഞ്ഞപ്പോൾ വടകരയിലെ ഒരു കോൺഗ്രസ്സുകാരനെ വിളിച്ചിട്ട് ഇതിന്റെ ഒരു ഓഡിയോ ആക്കി അയച്ചു തരാൻ പറ്റുമെന്ന് ചോദിക്കണം. നമുക്ക് ഇലക്ഷൻ കഴിഞ്ഞിട്ട് അതൊന്ന് പ്രചരിപ്പിക്കേണ്ടിയിട്ടാണ്. ഏതെങ്കിലും ഒരു കോൺഗ്രസ് അറിയാം 1.5 ലക്ഷത്തിന് മുരളീധരൻ ജയിക്കുമെന്ന് പറഞ്ഞിട്ട് ഓഡിയോ ആയിട്ട് നമുക്ക് അയച്ചു തരാൻ ധൈര്യപ്പെടുന്ന ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരനുണ്ടെങ്കിൽ ഒന്ന് പറയണം. നന്ദി. വടകരയിൽ നിന്നും വിവേക് എന്ന പ്രേക്ഷകന്റെ നിലപാട് ഇതാണ്. പാലക്കാട് നിന്ന് മുജീബ് എന്ന പ്രശ്നത്തിലേക്ക് പോകാം. ശ്രീ മുജീബ്, ഇവിടെ ഈ പാലക്കാട് അടക്കമുള്ള കാര്യങ്ങളും പരിശോധിക്കണമല്ലോ. ഇവിടെ ഇപ്പോൾ UDF നേതൃത്വവും അതല്ലെങ്കിൽ UDF-മായി ബന്ധപ്പെട്ട ആൾക്കാർ പറയുന്നത് വടകരയിലേക്ക് മുരളീധരൻ സ്ഥാനാർത്ഥിയായി വന്നതോടുകൂടി ഈ വടക്കൻ മണ്ഡലങ്ങളിലും വടക്കൻ ജില്ലകളിലെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലും UDF-ന് ഒരു ആധിപത്യം അല്ലെങ്കിൽ ഒരു മുൻതൂക്കം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ തോന്നുന്നുണ്ടോ? എന്താണ് താങ്കൾ പറയാൻ? തീർച്ചയായിട്ടും വൻ ഭൂരിപക്ഷത്തോടു കൂടി മുരളീധരൻ വിജയിക്കുമെന്ന് തന്നെ അതിന്റെ അത് ഭയം കൊണ്ടാണ് CPM-ന്റെ ആൾക്കാർ ഭയം കൊണ്ട് അവർ ഓരോന്ന് പറയുക എന്നല്ലാതെ അക്രമ രാഷ്ട്രീയത്തിന്റെയും അതിനെതിരായിട്ടുള്ള ഒരു വൻ ജനവിധി എഴുത്താണ് ഇന്ത്യയിൽ ഒട്ടാകെ കേരളത്തിലും മൊത്തം UDF-ന് അനുകൂലമായിട്ട് കോൺഗ്രസിന് അനുകൂലമായിട്ടാണ് വിധിയെഴുത്ത് വരാൻ പോകുന്നത്. അത് CPM ഭയപ്പാട് കൊണ്ട് പറയുന്ന ഒരു കാര്യമാണ്. അതിൽ യാതൊരു ആശങ്കയും ഞങ്ങൾക്കില്ല. UDF സുരക്ഷിതമാണ്. എല്ലാ മണ്ഡലങ്ങളിലും സുഖസുരക്ഷിതമായി വിജയം ഉറപ്പാണ്. നന്ദി പ്രതികരിച്ചതിന്. പാലക്കാട് നിന്ന് മറ്റൊരു പ്രേക്ഷകൻ മുരളി. ശ്രീ മുരളി, ഇവിടെ വടകരയിൽ ഇറക്കിയിരിക്കുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു അതൊരു തുറുപ്പ് ചീട്ടാണ് എന്നാണ് പറയുന്നത്. എന്താണ് തോന്നുന്നത്? ശ്രീ മുരളി കേൾക്കാമോ? അദ്ദേഹം ടെലിഫോൺ ലൈനിലില്ല. മറ്റൊരു പ്രശ്നം ചേരുന്നു തൊടുപുഴയിൽ നിന്നും രജീഷ്, എന്താണ് ഈ സ്ഥാനാർത്ഥിത്വത്തെ മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വത്തെ കുറിച്ച് പറയാനുള്ളത്? അതൊരു UDF-ന്റെ ഒരു മാസ്റ്റർ സ്ട്രോക്കായി കണക്കാക്കാമോ? അത് തന്നെയുമല്ല, തൃശ്ശൂര് അതുപോലെയുള്ള മണ്ഡലങ്ങളിൽ തന്നെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം വളരെ വളരെ ഗുണകരമാവും. ഹലോ, കേൾക്കുന്നുണ്ട്, പറയാം. അദ്ദേഹത്തിന്റെ വിജയം സുനിശ്ചിതമാണ്. നല്ല ഭൂരിപക്ഷത്തിൽ അദ്ദേഹം ജയിക്കുകയും ചെയ്യും. അതോടൊപ്പം തൃശ്ശൂര് കോഴിക്കോട് മണ്ഡലങ്ങളിൽ അദ്ദേഹത്തിന്റെ ആ മത്സരം അവിടെയൊക്കെ അതിന്റെ പ്രയോജനപ്പെടുകയും ചെയ്യും. ശരി, രജീഷായിരുന്നു തൊടുപുഴയിൽ നിന്ന് സംസാരിച്ചത്. തിരുവനന്തപുരത്ത് നിന്ന് സുധീർ എന്ന പ്രശ്നങ്ങളിലേക്ക് പോകാം. ലേറ്റായാണ് വന്നത്, പക്ഷേ ലേറ്റസ്റ്റായി വന്നിരിക്കുന്നു എന്നാണ് UDF നേതൃത്വം മുരളീധരൻ്റെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ചും പറയുന്നത്. അവിടെ ഈ മുരളീധരൻ്റെ വടകര വരവ് UDF-ന്റെ ഒരു മാസ്റ്റർ സ്ട്രോക്കായും കോൺഗ്രസ് നേതൃത്വം തന്നെ വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. എന്ത് തോന്നുന്നു താങ്കൾക്ക്? ഒരിക്കലുമില്ല. മുരളീധരൻ ബുദ്ധിയുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ്. കരുണാകരന്റെ മകനാണ്. മുരളീധരൻ ജയിക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ആ മണ്ഡലത്തിലോട്ട് പോകുന്നത്. കാരണം ഈ വരുന്ന നിയമസഭാ ഇലക്ഷനിൽ UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ മുരളീധരന് അറിയപ്പെടുന്ന ഒരു സ്ഥാനം അർഹതപ്പെടുന്ന ഒരാളാണ്. മനസ്സിലായില്ലേ? കേരളത്തിൽ അറിയപ്പെടുന്ന ഏറ്റവും CPM-ന്റെ ഒരു കോട്ടയാണ് വടകര. അപ്പം മുരളീധരൻ അറിയാം, തൽക്കാലം ഇവിടെ മത്സരിച്ചാൽ എൻ്റെ MLA സ്ഥാനം നഷ്ടപ്പെടുകയില്ല, പരാജയപ്പെട്ടാൽ എനിക്ക് പ്രശ്നവുമില്ല. ആ കാര്യം പറഞ്ഞുകൊണ്ട് എനിക്ക് സംസ്ഥാനത്ത് അടുത്ത വരുന്ന നിയമസഭാ ഇലക്ഷനിൽ അദ്ദേഹത്തിന് പോരാടാം.
പക്ഷേ ആ സീറ്റിൽ മത്സരിക്കാൻ താല്പര്യം ഇല്ലാത്ത നിരവധി പേരുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചർച്ചകൾ നടക്കുകയായിരുന്നു ഡൽഹിയിൽ. ഏറ്റവും കൂടുതൽ മുരളീധരനോട് ആ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം അത് സുമനസ്സോടെ അത് ഏറ്റെടുക്കുകയായിരുന്നു, അവിടെ മത്സരിക്കാൻ തീരുമാനിക്കുകയുമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ സാറേ, മുരളീധരൻ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ തന്ത്രമറിയാന്നുള്ള ഒരു ഏറ്റവും ബുദ്ധിരാക്ഷസനാണ് കെ മുരളീധരൻ. കെ മുരളീധരൻ. ഓക്കെ, താങ്ക് യു സാർ. നന്ദി പ്രതികരിച്ചതിന്. ഭോപ്പാലിൽ നിന്ന് മറ്റൊരു പ്രേക്ഷകനുണ്ട്, ഗിരീഷ്. വടകരയിൽ സ്ഥാനാർത്ഥിയായി മുരളീധരൻ എത്തുന്നു. അവിടെ ഈ കേരളത്തിലെ 20 മണ്ഡലങ്ങൾ പരിശോധിക്കുമ്പോൾ ശക്തമായ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമായി വടകര ഇപ്പോൾ മാറിയിരിക്കുകയാണ്. എങ്ങനെ കാണുന്നു ഈ സ്ഥിതിവിശേഷത്തെ? വടകര നമ്മുടെ കേരളത്തിലെ ഇപ്പോഴത്തെ സ്ഥിതിവിശേഷത്തിൽ വടകരയിൽ മത്സരിക്കാൻ അർഹതയുണ്ടായിരുന്നതും വടകരയിൽ മത്സരിക്കുന്നതുമായ ആൾ മുല്ലപ്പള്ളി രാമചന്ദ്രനാണ്. കണ്ണൂർ മത്സരിച്ചിട്ടുള്ള ആളാണ്. വടകരയിൽ ഒരു കാരണവശാലും ജയിക്കില്ല എന്ന് വ്യക്തമായി രാഷ്ട്രീയം അറിയാവുന്നത് കൊണ്ടാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉള്ള സ്ഥാനം നഷ്ടപ്പെടുത്തി ഒരു തോൽവി ഏറ്റുവാങ്ങാൻ സഹിക്കാൻ വയ്യാത്തതുകൊണ്ടാണ് അദ്ദേഹം അവിടെ നിന്ന് മാറി നിൽക്കുന്നത്. ഈ സാഹചര്യത്തിൽ മുരളീധരനെ കൊണ്ടുവന്ന് നിർത്തി അവിടെ മത്സരിപ്പിച്ചിട്ട് ജയിക്കാമെന്നുള്ളത് കോൺഗ്രസിന്റെ വ്യാമോഹം മാത്രമാണ്. ഒരിക്കലും കോൺഗ്രസിന് അവിടെ ഒരു ജയം RMP അല്ല ആരൊക്കെ സപ്പോർട്ട് ചെയ്താലും ഒരു കാരണവശാലും കോൺഗ്രസിന് അവിടെ ജയിക്കാൻ കഴിയുകയില്ല. ഇവിടെ ജനാധിപത്യവും അക്രമ രാഷ്ട്രീയവും തമ്മിലുള്ള ഒരു പോരാട്ടമാണ് നടക്കുന്നതെന്ന് മുരളീധരൻ പറയുന്നു. അതിനെക്കുറിച്ച് അതെ, അക്രമ രാഷ്ട്രീയമാണ് നടക്കുന്നതെങ്കിൽ എങ്ങനെയാണെങ്കിൽ നരേന്ദ്രമോദി എങ്ങനെയാണ് ലക്ഷക്കണക്കിന് വോട്ടിന് ജയിച്ച് അധികാരത്തിൽ വന്നത്? ഈ കേരളത്തിലുള്ള മറ്റ് പല നേതാക്കന്മാരും അങ്ങനെയാണെങ്കിൽ കെ സുധാകരൻ, അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ എത്രമാത്രമുണ്ട്? നമ്മുടെ ഇന്ത്യയിൽ ഇന്ന് എത്രമാത്രം അക്രമങ്ങൾ നടക്കുന്നുണ്ട്? മതത്തിന്റെ പേരിൽ, പശുവിന്റെ പേരിൽ, അതിന്റെയൊക്കെ പേരിൽ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നടക്കുകയല്ലോ. ഞാനും കണ്ണൂർ ഉളിക്കൽ മാത്രയിലുള്ള ആളാണ്. അപ്പൊ ഈ സാഹചര്യത്തിൽ ഒരു കാരണവശാലും ഇവിടെ ജയരാജനെ തോൽപ്പിച്ചിട്ട് മുല്ലപ്പള്ളി രാമചന്ദ്രന് ജയിക്കാൻ കഴിയില്ല എന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് മുല്ലപ്പള്ളി മാറുന്നത്. അപ്പൊ ഇനി ഇവിടെ കൊണ്ടുവന്നിട്ട് ഇനി ഉമ്മൻചാണ്ടിനെ നിർത്തിയാലും രാഹുൽ ഗാന്ധി നിന്നാലും ഒരു കാരണവശാലും ഇവിടെ കോൺഗ്രസ് പാർട്ടി ജയിക്കുകയില്ല. RMP എത്ര പേര് കാണിച്ചാലും RMPക്ക് കിട്ടുന്ന വോട്ട് എത്രയാണെന്ന് എല്ലാവർക്കും അറിയാം. വ്യക്തമായി പ്രതികരിച്ചതിന്. ഭോപ്പാലിൽ നിന്നും ഗിരീഷ് എന്ന പ്രേക്ഷകനാണ് സംസാരിച്ചത്. ഒറ്റപ്പാലത്ത് നിന്ന് വിനോദ് എന്ന പ്രശ്നത്തിലേക്ക് പോകാം. ശ്രീ വിനോദ്, ഇവിടെ ഈ മുരളീധരന്റെ വരവ് അത് മൊത്തത്തിൽ UDFനൊരു ആശ്വാസമാകും, അല്ലെങ്കിൽ ഈ പ്രചരണമടക്കമുള്ള കാര്യങ്ങളിൽ വളരെ പിന്നിലായിരുന്നു. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിയതുകൊണ്ട് തന്നെയാകാം അത്തരം കൂടുതൽ പ്രചരണങ്ങളിലേക്ക് കടക്കാൻ കഴിയാതെ വന്നതും. അപ്പോൾ ഈ മുരളീധരൻ സ്ഥാനാർത്ഥിയായി വന്നതോടുകൂടി UDFന്റെ ഒരു ആവേശം കൂടുമെന്ന് കരുതുന്നുണ്ടോ? മുരളീധരൻ വന്നതോടുകൂടെ പറയൂ, കേൾക്കുന്നുണ്ട്. മുരളീധരൻ വന്നതോടുകൂടെ കേരളത്തിലെ കോൺഗ്രസിനും UDFനും ഒരു പുതിയ മുഖം വന്നിരിക്കുകയാണ്. പിന്നെ നേരത്തെ വടകരയിലത്തെ 2-3 സഖാക്കളൊക്കെ മുരളീധരൻ പെണ്ണുപൊടിയനാണെന്നൊക്കെ പറയുന്നത് കേട്ടു. ആദ്യ സഖാക്കൾ പോയിട്ട് P ശശിയുടെ കാര്യവും മണ്ണാർക്കാട് PK ശശിയുടെ കാര്യവും എറണാകുളത്തെ ഗോപി കോട്ടപ്പുറക്കലിന്റെ കാര്യമൊക്കെ തീർത്തിട്ട് വേണ്ട കോൺഗ്രസ്സുകാർ പെണ്ണുപൊടിയന്മാരാണെന്നൊക്കെ തീരുമാനിക്കാം. ഇവരൊന്നും അരിയാഹാരമല്ല കഴിക്കണത്. BJPയുടെ മൂടുന്ന മറ്റേ പിണറായി വിജയൻ വെള്ളപ്പകളുടെ തിണ്ണനിറങ്ങും. ഒറ്റപ്പാലത്ത് നിന്ന് വിനോദ് എന്ന പ്രേക്ഷകൻ. പാലക്കാട് നിന്ന് മനു എന്ന പ്രേക്ഷകനിലേക്ക് പോകാം. ശ്രീ മനു, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം മുരളീധരൻ്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചാണ്. വടകരയിലെ വരവ് അത് UDFന്റെ ഒരു മാസ്റ്റർ സ്ട്രോക്കായി കണക്കാക്കുന്നുണ്ടോ എന്നൊരു ചോദ്യമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എന്താണ് താങ്കളുടെ പ്രതികരണം? ഒരിക്കലുമില്ല. അത് ഞാൻ നിങ്ങളുടെ ടൈറ്റിൽ വായിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു സ്ട്രോക്ക് വന്ന മാസ്റ്ററെ തൽക്കാലം മുഖം രക്ഷിക്കാൻ വേണ്ടി അവിടെ ഒരു സ്ഥാനാർത്ഥിത്വം കൊടുത്തു എന്നല്ലാതെ സ്വന്തം നാട്ടിൽ നിന്ന് ജയിക്കാത്ത മുരളീധരൻ ഒരിക്കലും ഈ വടകര പോലത്തെ മണ്ഡലത്തിൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ മുരളീധരനെ പോലെ ഒരു കാൻഡിഡേറ്റിന് ഒരിക്കലും ജയിക്കാൻ കഴിയാത്തൊരു മണ്ഡലമാണ് വടകര. പ്രത്യേകിച്ച് വീരേന്ദ്രകുമാറിന്റെ പാർട്ടി LDFലേക്ക് വന്നതോടുകൂടി മുരളീധരന്റെ സാധ്യതകൾ വളരെ മങ്ങിയിരിക്കുകയാണ്. അവിടെ ഒരു സ്ട്രോക്ക് വന്ന ഈ തീരുമാനം ഒരു സ്ട്രോക്ക് വന്ന നേതാവിനെ അവിടെ കൊണ്ടുവന്നിട്ട് ഒരു മാസ്റ്റർ സ്ട്രോക്ക് ആക്കാനുള്ള ശ്രമം എങ്ങനെ വിജയിക്കാനാണ്? നന്ദി പ്രതികരിച്ചതിന്. പാലക്കാട് നിന്ന് മനു എന്ന പ്രേക്ഷകൻ. പ്രവീഷ് എന്ന പ്രേക്ഷകനിലേക്ക് പോകാം. പ്രവീഷ്, ഇവിടെ മുരളീധരൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതോടുകൂടി മണ്ഡലത്തിലെ RMP പ്രവർത്തകരും ആവേശത്തിലാണ്. അവർ അതൊന്ന് കൃത്യമായി പറയുകയും ചെയ്തു. ഈ RMPയുടെ ഒരു പിന്തുണ കൂടിയാകുമ്പോൾ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഈ മുരളീധരൻ്റെ സ്ഥാനാർത്ഥ്യവും RMPയുടെ പിന്തുണയും എല്ലാം കൂടി ചേരുമ്പോൾ അവിടെ LDFന് ഏതെങ്കിലും തരത്തിലുള്ളൊരു പ്രതിസന്ധി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും LDF ജയിക്കൂല. പ്രധാനപ്പെട്ടത് അക്രമ രാഷ്ട്രീയം വെടിയാണ് CPM. മുരളീധരൻ പാട്ടും പാടി ജയിക്കും. ശരി, നന്ദി പ്രതികരിച്ചതിന്. വടകരയിൽ നിന്ന് തന്നെ ഉള്ള മറ്റൊരു പ്രശ്നത്തിലേക്ക് പോകാം. വാസു, എന്താണ് ശ്രീ വാസു
അവിടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിരിക്കുന്നു. കുറേ ദിവസങ്ങളായി കാത്തിരിക്കുകയായിരുന്നു ആരാണ് സ്ഥാനാർത്ഥി എന്നറിയാൻ വേണ്ടി. എന്തായാലും ഒന്ന് ഉച്ചയോടുകൂടി അതിനൊരു തീരുമാനമായിരിക്കുന്നു. മുരളീധരൻ സ്ഥാനാർത്ഥി. എന്ത് സംഭവിക്കും? ശക്തമായ ഒരു നേതാവിനെയാണ് ഇപ്പം കിട്ടിയിരിക്കുന്നത്. പി ജയരാജന് ഇത് കേട്ടപ്പോൾ തന്നെ തോൽവി അവർ സമ്മതിച്ചു. ഇപ്പം തന്നെ കൈരളി ഇത് വന്ന് പരസ്യം മാറ്റിയപ്പോൾ തന്നെ ഒരു ജയേന്ദ്രൻ എന്നൊരു പത്രപ്രവർത്തെ 16 സീറ്റിൽ ജയിക്കുന്നതാണ് ഇവർ BJPയും കോൺഗ്രസ് ഒത്തുകളിക്കുന്നതാണ്. ഇവരെ ജയിപ്പിച്ച തിരുവനന്തപുരത്ത് BJPനെ ജയിപ്പിക്കുക എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പം തന്നെ അദ്ദേഹം തോൽവി സമ്മതിച്ച്. അതാണ് അവരത്. പി ജയരാജൻ പറഞ്ഞത് എനിക്ക് ആരായാലും പ്രശ്നമല്ല എന്ന്. അയാളും തോൽവി സമ്മതിച്ചേന്. ഇനി 3 സീറ്റ് എന്ന് പറഞ്ഞത് അത് BJPന്റെ പട്ടികയും കൂടി വന്നു കഴിഞ്ഞാൽ ആ 3 സീറ്റും ഇല്ല. ഈ പാലക്കാട് ശോഭാ സുരേന്ദ്രനെ നിൽക്കുന്നുണ്ടെങ്കിൽ ആ സീറ്റും ഇല്ല, എല്ലാം പോകും. പിന്നെ ഒരു 1-2 കിട്ടിയാൽ കിട്ടി. അതാണ് അവർ തോൽവി സമ്മതിച്ചു കഴിഞ്ഞു. നേതാവ് എന്ന് വെച്ചാൽ മുരളീധരൻ ഈ കരുണാകരന്റെ മോന എങ്ങനെ വേണം വടകരയും കോഴിക്കോടുള്ള അദ്ദേഹത്തിന് നല്ല പരിചയ സ്ഥലമാണ്. അതുകൊണ്ട് അദ്ദേഹം ജയിക്കും, 100% ജയിക്കും. ഇത് ഭൂരിപക്ഷം മാത്രം നോക്കിയാൽ മതി, വേറെ ഒന്നും നോക്കണ്ട. മുസ്ലിംസുകളും ക്രിസ്ത്യൻസുകളും എല്ലാം മുരളീധരന് വോട്ട് ചെയ്യും. മുരളീധരൻ കെ കരുണാകരന്റെ മകനാണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് നമ്മൾ മുമ്പോട്ടാണ്. ഞങ്ങൾ ഇന്ന് വടകര അടിച്ചു പൊളിച്ച് ഇങ്ങനെ നടക്കുക. ഓക്കെ. വാസു വടകരയിൽ നിന്നും പ്രതികരിക്കുന്നു. മറ്റൊരു പ്രേക്ഷകൻ കോഴിക്കോട് നിന്ന് അജേഷ് നേരത്തെ കോഴിക്കോട് MP ആയിരുന്നു. അപ്പോൾ MP ആയിട്ടുള്ള പരിചയം അദ്ദേഹത്തിനുണ്ട്. ഇപ്പോൾ നിലവിൽ MLA-യുമാണ്. കോഴിക്കോടിന് തൊട്ടടുത്ത് വടകരയിൽ സ്ഥാനാർത്ഥിയായി മുരളീധരൻ എത്തുമ്പോൾ ഒരു സാധ്യത എത്രത്തോളമാണ്? അവിടെ LDF-ന് മുരളീധരൻ ശക്തനായ ഒരു എതിരാളിയാണോ? തീർച്ചയായിട്ടും എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. കാരണം കോഴിക്കോട് ആദ്യമായിട്ട് എൻ്റെ കന്നി വോട്ട് കെ മുരളീധരൻ ചെയ്ത വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ 100% വടകര കെ മുരളീധരൻ വിജയിച്ചിരിക്കും എന്നുള്ള കാര്യത്തിൽ വളരെ ഉറപ്പിച്ച് പറയാം. കാരണം ജനങ്ങളെ വ്യക്തമായിട്ട് അറിയാൻ പറ്റുന്ന, ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു വ്യക്തി ആയതുകൊണ്ട് കറക്റ്റായിട്ട് ചെയ്യും എന്നുള്ള. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം വീരേന്ദ്രകുമാറിന്റേത് അടക്കമുള്ള പിന്തുണയുണ്ടായിരുന്നു. ഇത്തവണ അതൊന്നും ഇല്ല. അവർ മറുപക്ഷത്താണ്. ഇടതുപക്ഷത്തിന് ശക്തിയുള്ള കേന്ദ്രം കൂടിയാണ്. ജനങ്ങൾക്ക് കെ മുരളീധരനെ അറിയാം. അതുകൊണ്ട് തന്നെ വ്യക്തമായിട്ട് ജയം എന്ന് പറയുന്നത് സുനിശ്ചിതമാണ്. പിന്നെ അക്രമ രാഷ്ട്രീയം എന്ന് പറയുന്ന ആയതുകൊണ്ട് എന്തായാലും 100% കെ മുരളീധരൻ വിജയം നമുക്ക് ഉറപ്പാണ്. താങ്ക് യു. നന്ദി. കോഴിക്കോട് നിന്ന് അജേഷ് എന്ന പ്രേക്ഷകന്റെ അഭിപ്രായമാണ് കേട്ടത്. എന്തായാലും പൊതുവേദി ഈ വിഷയവുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതിൽ നിന്ന് തന്നെ ഉള്ള മറ്റൊരു പ്രേക്ഷകൻ ബാബു ചേരുന്നു. ശ്രീ ബാബു, LDF-ന്റെ സ്ഥാനാർത്ഥി നേരത്തെ തന്നെ പ്രഖ്യാപിക്കുകയും ആ പ്രചരണം തുടങ്ങുകയും ചെയ്തിരുന്നു. പക്ഷേ UDF-ന്റെ സ്ഥാനാർത്ഥി ആരെന്നറിയാനുള്ള ഒരു കാത്തിരിപ്പ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നിങ്ങളടക്കമുള്ളവർക്കുണ്ടായിരുന്നു. BJP-യുടെ സ്ഥാനാർത്ഥിയും പ്രഖ്യാപിച്ചിട്ടില്ല. എന്തായാലും ഏറ്റവും ഒടുവിൽ ഇന്ന് ഉച്ചയോടുകൂടി UDF-ന്റെ തീരുമാനം, കോൺഗ്രസിൻ്റെ തീരുമാനം വന്നിരിക്കുന്നു. മുരളീധരനാണ് സ്ഥാനാർത്ഥിയെന്ന്. എങ്ങനെയാണ് ഇപ്പോൾ അവിടുത്തെ ഒരു അവസ്ഥ? ഇത് വടകര ഒരു മാസ്റ്റർ സ്ട്രോക്ക് തന്നെയാണ് മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വം. കാരണം ഒരു കൊലപാതക രാഷ്ട്രീയത്തിനെതിരായുള്ള ഒരു വിജയത്തായിരിക്കും. ഈ വടകരക്കടുത്തുള്ള കൂത്തുപറമ്പ് അറിയാൻ പറ്റുന്നതാണല്ലോ. കൊലപാതക രാഷ്ട്രീയത്തിന്റെ തുടക്കം അവിടെയാണല്ലോ. ഇപ്പോ മുരളീധരന്റെ വിജയം 100% വിജയം ഉറപ്പാക്കി കഴിഞ്ഞു. ഇനി വോട്ടെണ്ണേണ്ട ആവശ്യമില്ല. അതിനുള്ള എല്ലാ പ്രവർത്തകന്മാരും, കാരണം ചെറുപ്പക്കാര് ഈ കൊലപാതക രാഷ്ട്രീയത്തിന് എതിരെ വിധി എഴുതുമെന്നാണ് എൻ്റെ കണക്കുകൂട്ടൽ. ശരി. വടകരയിൽ നിന്നും ബാബു എന്ന പ്രേക്ഷകൻ. വടകരയിൽ നിന്ന് തന്നെയുള്ള മറ്റൊരു പ്രേക്ഷകൻ രാമകൃഷ്ണൻ. ഈ പൊതുവേദി ഇന്ന് കൂടുതൽ പേരും വടകരയിൽ നിന്നാണ് ഇത് കൂടുതൽ കോളുകൾ വരുന്നത്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നത് എന്ന് തോന്നുന്നു. ശ്രീരാമകൃഷ്ണൻ, എന്താണ് ഒരു മാസ്റ്റർ സ്ട്രോക്ക് ആണോ മുരളീധരൻ്റെ വടകര വരവ്? അദ്ദേഹം ടെലിഫോൺ ലൈനില്ല. കോഴിക്കോട് നിന്ന് മറ്റൊരു പ്രശ്നത്തിലേക്ക് പോകാം. ശ്രീ നാരായണൻ, എന്താണ് പറയാനുള്ളത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഈ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചുള്ള താങ്കളുടെ ഒരു നിരീക്ഷണം ഏത് തരത്തിലാണ്? ശക്തമായ ഒരു നേതാവാണ് വടകര മത്സരിക്കുന്നത്. ഹലോ, ഏത് തരത്തിലാണ്? കാരണം അവിടെ LDF-ന്റെ സ്ഥാനാർത്ഥിയും അതിശക്തൻ തന്നെയാണ്. വലിയ നല്ല LDF-ന് നല്ല ശക്തിയുള്ള ഒരു മണ്ഡലമാണ്. അവിടേക്കാണ് മുരളീധരൻ എത്തുന്നത്.
എന്നായാലും LDF-ന്റെ ശക്തമായ കേന്ദ്രം ആയാലും കോൺഗ്രസിന് കൊള്ളൊരു വിജയസാധ്യത കൂടുതലുള്ള ഒരു കേന്ദ്രമാണ് ശരിക്കും വടകര. ഈ ആക്രമണ രാഷ്ട്രീയങ്ങൾക്കെതിരെയൊക്കെ. ഓക്കെ, നന്ദി. കോഴിക്കോട് നിന്ന് മറ്റൊരു പ്രശ്നത്തിലേക്ക് പോകാം. ബൈജു, എന്താണ് തോന്നുന്നത്? ഈ അവിടുത്തെ വടകരയിലെ ഒരു മത്സരം ഏത് തരത്തിലാകും എന്നാണ് താങ്കൾ കരുതുന്നത്? കൊടിയേരിക്കും വളരെയധികം സന്തോഷം ഉണ്ടാവുന്ന ഒരു മത്സരമായിരിക്കും അത്. കാരണം ഇതോടുകൂടി ജയരാജൻ എന്ന കൊലയാളി രാഷ്ട്രീയക്കാരൻ കേരള രാഷ്ട്രീയത്തിൽ അപ്രത്യക്ഷമാവും. എന്താണോ പിണറായിയും കൊടിയേരി ഉദ്ദേശിച്ചത് അത് കേരളത്തിൽ നടപ്പിലാവും. ശരി. കോഴിക്കോട് നിന്നുള്ള പ്രേക്ഷകൻ ബൈജുവിൻ്റെ അഭിപ്രായം. കോഴിക്കോട് നിന്ന് തന്നെ മറ്റൊരു പ്രേക്ഷകൻ അസി, എന്താണ് ഇവിടെ ഈ പിന്നെ കുറേ ദിവസത്തെ ഒരു അനിശ്ചിതത്വം അത് അവസാനിച്ചിരിക്കുന്നു, വലിയൊരു ആവേശത്തിലേക്ക് മാറുന്നു. കാരണം UDF-ഉം LDF-ഉം അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവിടെ എല്ലാ മണ്ഡലങ്ങളിലും പ്രചരണം ഇനിയുള്ള മണിക്കൂറുകളിൽ ശക്തിയായി മാറും. പ്രത്യേകിച്ചും കേരളത്തിലെ ഏറ്റവും ശ്രദ്ധയാകർഷിക്കുന്ന ഒരു മത്സരം വടകരയിലായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം അതിശക്തരായ സ്ഥാനാർത്ഥികൾ, BJP-യുടെ സ്ഥാനാർത്ഥി ആരെന്ന് നമുക്ക് വരുന്ന ദിവസം ഒരുപക്ഷെ ഇന്ന് വൈകുന്നേരത്തോടുകൂടി അറിയാനും സാധിച്ചേക്കും. എന്തായിരിക്കും വടകരയുടെ ഒരു അവസ്ഥ? വടകരയിൽ തീർച്ചയായിട്ടും ജയരാജൻ ജയിക്കും, ഒരു സംശയം വേണ്ട. അയാൾ ജനകീയനാണ്. ഇവർക്ക് കൊലപാതക രാഷ്ട്രീയം മാത്രമേ പറയാനുള്ളൂ, വേറെ ഒന്നും പറയാനില്ല. ഹലോ, കേൾക്കുന്നുണ്ട്, തുടരാം. ഹലോ, കേൾക്കുന്നുണ്ട്, താങ്കൾക്ക് തുടരാം. വടകരയിൽ തീർച്ചയായിട്ടും ജയരാജൻ ജയിക്കും, ഒരു സംശയം വേണ്ട. അദ്ദേഹം ജനകീയ നേതാവാണ്. ഇവർക്ക് വെറും കൊലപാതക രാഷ്ട്രീയം മാത്രമേ പറയാനുള്ളൂ, വേറെ ഒന്നുമില്ല. കേരളത്തിലെ പല നേട്ടങ്ങളെ പറ്റിയൊന്നും ഇവർക്ക് പറയാനില്ല. നിലവിൽ ഇപ്പോൾ UDF-ന്റെ കൈവശമുള്ള മണ്ഡലമാണ് വടകര. അത് എന്തൊക്കെ ഘടകങ്ങൾ കൊണ്ട് തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നാണ് താങ്കൾ കരുതുന്നത്? കേരളത്തിലെ ഭരണം കൊണ്ട് മാത്രം തിരിച്ചു പിടിക്കാൻ കഴിയുന്നു മാത്രമേ പറയാനുള്ളൂ. ശരി. കോഴിക്കോട് നിന്ന് അസി എന്ന പ്രേക്ഷകൻ. മറ്റൊരു പ്രേക്ഷകനിലേക്ക് പോകാം. കണ്ണൂരിൽ നിന്നും ഷാജി എന്ന പ്രേക്ഷകൻ. ഷാജി, ഇത്തവണ വടകരയിലെ ഒരു വിജയം കേൾക്കുന്നുണ്ട്, തുടരൂ. മണ്ടരി പിടിച്ച തേങ്ങയാണ് അവിടെ വിത്തിനെടുത്തിട്ടുള്ളത്. മുരളീധരനാ. മണ്ടരി പിടിച്ച തേങ്ങ ആരും വിത്തിനെടുക്കാറില്ല. കണ്ണൂരിൽ നിന്നും ഷാജി എന്ന പ്രേക്ഷകൻ. ഷാജി, താങ്കൾ അത് പറഞ്ഞു വന്നത് കൃത്യമായി താങ്കളൊരു നിരീക്ഷണത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏതൊക്കെ ഘടകങ്ങൾ കൊണ്ട് വിജയിക്കുമെന്നാണ് താങ്കൾ കരുതുന്നത്? ഷാജി ടെലിഫോൺ ലൈനില്ല. കണ്ണൂരിൽ നിന്നും മറ്റൊരു പ്രേക്ഷകൻ. എന്താണ് താങ്കളുടെ പേര്? താങ്കൾക്ക് എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്? എന്റെ പേര് യൂനസ് എന്നാണ്. പറയൂ. എനിക്ക് വടകരയെ കുറിച്ചാണ് പറയാനുള്ളത്. ശരി, പറയൂ. എന്താണ് താങ്കളുടെ നിരീക്ഷണം? കണ്ണൂരിലെ വടകരയില് എന്ത് വന്നാലും P. ജയരാജൻ പാട്ടും പാടി വിജയിക്കുന്നതാണ് എന്റെ അഭിപ്രായം. എന്താണ് അതിനുള്ളൊരു സാഹചര്യം? ഏത് തരത്തിലാണ്? മുരളീധരൻ എന്ന സ്ഥാനാർത്ഥി എന്തൊക്കെ ഘടകങ്ങൾ കൊണ്ട്, പ്രത്യേകിച്ചും മുരളീധരന്റെ ഒരു വരവ് UDF-ന് ആവേശം ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് UDF നേതൃത്വം പറയുന്നത്. വടകര എന്ന് പറഞ്ഞാൽ എന്നും ഇടതുപക്ഷത്തിന്റെ ഒരു കോട്ടയാണ്. അവിടെ മുരളീധരനല്ല, ഉമ്മൻചാണ്ടിയുള്ള ആരും വന്ന് മത്സരിച്ചാലും P. ജയരാജൻ എന്ന ജനകീയ നേതാവിനെ നേരിടാൻ ഒരാൾക്കും കഴിയില്ല. ആ ഒരു ഉറച്ച വിശ്വാസമാണ്. ശരി. കണ്ണൂരിൽ നിന്നും യൂനസ് എന്ന പ്രേക്ഷകൻ അഭിപ്രായപ്പെട്ടത് ഇത്തരത്തിലാണ്. എന്തായാലും വളരെ ആവേശം നിറയുന്നൊരു പോരാട്ടം തന്നെയാകും വടകരയിൽ ഉണ്ടാകുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. UDF-ന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം, ഔദ്യോഗികമായ പ്രഖ്യാപനം വരാനിരിക്കുന്നു. എങ്കിൽ കൂടിയും 20 മണ്ഡലങ്ങളിലെയും ചിത്രം വ്യക്തമായിരിക്കുന്നു. പ്രത്യേകിച്ചും ഈ സംസ്ഥാനത്തെ 20 മണ്ഡലങ്ങൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും വളരെ ആവേശം നിറയുന്നൊരു മത്സരം വടകരയിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ച എല്ലാ പ്രേക്ഷകർക്കും നന്ദി. പൊതുവേദി ഇന്നിവിടെ പൂർണ്ണമാകുന്നു.